സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും നോക്കിയിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂർ. ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ് സർവഭവന്തു സുഖിന എന്നത്? സർവഭവന്തു സുഖിന എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റേതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. ഏത് വർഷമാണ്? 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. എംഫിസിമ ബാധിക്കുന്ന അവയവം. എംഫിസിമ ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ്. ശ്വാസകോശം. പട്ടണം എന്ന കേരളത്തിലെ ഉദ്ഖനന പ്രദേശം ഏത് നദീതീരത്താണ്? പട്ടണം എന്ന ഉദ്ഖനന പ്രദേശം ഏത് നദിയുടെ തീരത്താണ്? പെരിയാറിന്റെ തീരത്താണ്. പെരിയാർ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൽഡോസ്റ്റിറോൺ ആണ്. ആൽഡോസ്റ്റിറോൺ. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നു. ഇതിന് കാരണമായ പ്രതിഭാസം എന്താണ്? വീക്ഷണ സ്ഥിരതയാണ്. വീക്ഷണ സ്ഥിരത. കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് 1/16 സെക്കൻഡാണ്. 1/16 സെക്കൻഡ്. ദേശീയ അഭിഭാഷക ദിനമായി ആചരിക്കുന്ന ഡിസംബർ 3 ആരുടെ ജന്മദിനമാണ്? ദേശീയ അഭിഭാഷക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 3 ഡിസംബർ 3 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെതാണ്. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ജന്മദിനമായ ഡിസംബർ 3 ഏത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത്? ദേശീയ അഭിഭാഷക ദിനമായിട്ട് ആചരിക്കുന്നു. കോട്ടുകോണം ഏത് വിളയുടെ ഇനമാണ്? കോട്ടുകോണം എന്നത് ഏത് വിളയുടെ ഇനമാണ്? മാവിൻ്റെ ഇനമാണ് കോട്ടുകോണം എന്നത്. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളി. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളി സ്ക്ലീറയാണ്. സ്ക്ലീറ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനം ആയിട്ട് ആചരിക്കുന്നത്? സരോജിനി നായിഡുവിൻ്റെതാണ്. സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നു. പിറകിലോട്ട് തുഴയുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നത് ഏത് ചലനത്തിന് ഉദാഹരണമാണ്? പിറകിലോട്ട് തുഴയുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നത് 3-ാം ചലന നിയമത്തിന് ഉദാഹരണമാണ്. 3-ാം ചലന നിയമം. ഏത് സംസ്ഥാനത്തെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗിദ്ദ എന്നത്? ഗിദ്ദ എന്നത് പഞ്ചാബിലെ പരമ്പരാഗത നൃത്തരൂപമാണ്. പഞ്ചാബിലെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗിദ്ദ. രാജാ രവിവർമ്മയുടെ പൂർത്തീകരിക്കാത്ത ചിത്രം. രാജാ രവിവർമ്മയുടെ പൂർത്തീകരിക്കാത്ത ചിത്രമാണ് കാദംബരി. കാദംബരി എന്നത് രാജാ രവിവർമ്മയുടെ ചിത്രം പൂർത്തീകരിക്കാത്ത ചിത്രമാണ്. സെറോസൈറ്റ് എന്തിൻ്റെ അയിരാണ്? സെറോസൈറ്റ് കറുത്തീയത്തിൻ്റെ അയിരാണ് സെറോസൈറ്റ്. ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ച തീയതി. ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായിട്ട് പ്രഖ്യാപിച്ചത് 2018 നവംബർ 12 2018 നവംബർ 12 ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ സംസ്ഥാന ശലഭം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ബുദ്ധമയൂരിയാണ്. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതി. കുട്ടികളിലെ ഏത് രോഗം തടയുന്നതിന് വേണ്ടിയിട്ടാണ്? പ്രമേഹ രോഗം തടയുന്നതിന് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. പദ്ധതിയുടെ പേര് മിഠായി. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ്.
കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്ത വർഷം. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്ത വർഷം 2012 ആണ്. 2012. ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ഏതാണ്? ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണ ബലം. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയയാണ് കാർബൺ ഡേറ്റിംഗ് എന്നത്. കാർബൺ ഡേറ്റിംഗ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു. ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ പറയുന്നതാണ് ധാരാരഹിതമാക്കൽ എന്ന്. ധാരാരഹിതമാക്കൽ. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ എന്താണ്? കുറവായിരിക്കും. ഉരുളൻ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാൽ ആണ്. ബചേന്ദ്രി പാൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ബചേന്ദ്രി പാൽ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം? മണിപ്രവാളം ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ്? മലയാളവും സംസ്കൃതവും ചേർന്നതാണ് മണിപ്രവാളം. മലയാളവും സംസ്കൃതവും. ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് ആരാണ്? ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിൻ ആണ്. പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിൻ. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി കർണം മല്ലേശ്വരിയാണ്. കർണം മല്ലേശ്വരിയാണ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത്. കൃതിയുടെ പേര് രത്നമണികൾ. ഏതുതരം കൃതിയാണ്? കവിതാ സമാഹാരമാണ്. രചിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ ആണ്. പൊയ്കയിൽ യോഹന്നാൻ. ജയക് വാടി പദ്ധതി ഏത് നദിയിലാണ്? ജയക് വാടി പദ്ധതിയുടെ പേര് ജയക് വാടി. സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിലാണ്. ഗോദാവരി നദി. ഏത് രാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവുമായി മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടത്? ഏത് രാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവുമായിട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടത്? ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. ശ്രീമൂലം തിരുനാൾ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ടയാണ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ഉപ്പിൻ്റെ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. സോപ്പ് കുമിള സൂര്യപ്രകാശത്തിൽ നിറമുള്ളതായി കാണാൻ കാരണമായ പ്രതിഭാസം. സോപ്പ് കുമിള സൂര്യപ്രകാശത്തിൽ നിറമുള്ളതായിട്ട് കാണാൻ കാരണമായ പ്രതിഭാസമാണ് ഇൻ്റർഫെറൻസ്. ഇൻ്റർഫെറൻസ്. മൂർത്തി ദേവി അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത്? മൂർത്തി ദേവി അവാർഡ് നൽകുന്നത് സാഹിത്യമാണ്. സാഹിത്യം. ആധുനിക ആന്ധ്രയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ആന്ധ്രയുടെ പിതാവ് വീരേശലിംഗമാണ്. വീരേശലിംഗം. ആനന്ദമഠം എഴുതിയത് ആരാണ്? ആനന്ദമഠം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനമുടിയുടെ ഉയരം. കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം
2695 മീറ്ററാണ്. 2695 മീറ്റർ അല്ലെങ്കിൽ 8841 അടി. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യൻ എന്നറിയപ്പെട്ടത് ആരാണ്? ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യൻ എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. ഇരുമ്പിൽ ശബ്ദത്തിൻ്റെ വേഗം സെക്കൻഡിൽ എത്ര മീറ്ററാണ്? ഇരുമ്പിൽ ശബ്ദത്തിൻ്റെ വേഗം എന്ന് പറയുന്നത് എത്ര മീറ്ററാണ് ഒരു സെക്കൻഡിൽ? 5120 മീറ്ററാണ്. 5120 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇരുമ്പിൽ ശബ്ദത്തിൻ്റെ വേഗം. 5120 മീറ്റർ പെർ സെക്കൻഡ്. തിരുവിതാംകൂറും ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടി ഏത് വർഷത്തിലാണ്? തിരുവിതാംകൂറും ഡച്ചുകാരുമായിട്ട് മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് AD 1753 മാവേലിക്കര ഉടമ്പടി. ആരൊക്കെ തമ്മിൽ? തിരുവിതാംകൂറും ഡച്ചുകാരും. ഏതാണ് വർഷം? AD 1753. ലോക ഭൗമദിനം. ലോക ഭൗമദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 22. ഏപ്രിൽ 22 ലോക ഭൗമദിനമായിട്ട് ആചരിക്കുന്നത്. ഗാന്ധിജി ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത വർഷം ഏതാണ്? ഗാന്ധിജി ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത് 1901. 1901. ഏത് സംഭവത്തിൽ പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് തിരിച്ചു നൽകിയത്? ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് എന്നത് തിരിച്ചു നൽകിയത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ടാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ടാണ് ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് തിരിച്ചു നൽകിയത്. ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ട പദമാണ് ബുള്ളി എന്നത്? ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ട പദമാണ് ബുള്ളി? ഹോക്കിയാണ്. ഹോക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ആദ്യമായിട്ട് അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് അണുവിസ്ഫോടനം നടത്തിയത് എവിടെയാണ്? പൊക്രാനിലാണ്. കേരളത്തിൽ ഏത് ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്? കേരളത്തിലെ ഭൂപ്രദേശങ്ങൾ നമുക്കറിയാം. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇതിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്? തീരപ്രദേശത്താണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ഗാന്ധിജി ഇന്ത്യയിൽ ബഹുജന പ്രക്ഷോഭം ആരംഭിച്ച സ്ഥലം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ ബഹുജന പ്രക്ഷോഭം ആരംഭിച്ചത് ചമ്പാരനിലാണ്. ചമ്പാരൻ. ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന പുസ്തകം ഏതാണ്? ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്നത് ഗിന്നസ് ബുക്കാണ്. ഗിന്നസ് ബുക്ക്. മഹാത്മാഗാന്ധി വധത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് 1966 നിയോഗിക്കപ്പെട്ട കമ്മീഷൻ? മഹാത്മാഗാന്ധിയുടെ വധത്തിനു പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? കപൂർ കമ്മീഷനാണ്. കപൂർ കമ്മീഷൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. അവ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? തമിഴ്നാടാണ്. അവ ഏതൊക്കെയാണ്? ചെന്നൈ, തൂത്തുക്കുടി, എണ്ണൂർ എന്നിവയാണ്. ചെന്നൈ, തൂത്തുക്കുടി, എണ്ണൂർ. ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ? റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയാണ്. ഇന്ത്യയും പാകിസ്ഥാനും. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ. ആരുടെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നത്? ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നത് ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നത്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം? ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ് സെലനോളജി. സെലനോളജി എന്നത് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ്. സൂര്യനെക്കുറിച്ചുള്ള പഠനമാണ് ഹീലിയോളജി. സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജി. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത് ആരാണ്?
വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ചത് 2001 2001. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലൻ. ശ്വാസകോശത്തിന്റെ സംരക്ഷണ ആവരണം. ശ്വാസകോശത്തിന്റെ സംരക്ഷണ ആവരണമാണ് പ്ലൂറ. സിന്നബാർ എന്തിൻ്റെ അയിരാണ്? സിന്നബാർ. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റാണ്. ബംഗാൾ ഗസറ്റ്. ഏത് പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ? നഗോഡകൾ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു. ബംഗാൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം ഏതാണ്? ഏറ്റവും ആയുസ് കൂടിയത് നാഡീകോശമാണ്. ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നറിയപ്പെട്ടത് ആരാണ്? ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നറിയപ്പെട്ടത് K കേളപ്പനാണ്. K കേളപ്പൻ. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് യൂസ്റ്റേക്കിയൻ നാളിയാണ്. യൂസ്റ്റേക്കിയൻ നാളി. അലസവാതകങ്ങളുടെ സംയോജകത എത്രയാണ്? അലസവാതകങ്ങളുടെ സംയോജകത 0. ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത് ബ്യൂട്ടി ബോൺ ക്ലാവിക്കിളാണ്. ക്ലാവിക്കിൾ. ബ്യൂട്ടി ബോൺ. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. മീസോസ്ഫിയർ. ഒരുമ എന്ന പേരിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്ഥാപനം ഏതാണ്? ഒരുമ. ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേര് ഒരുമ. ഉപയോഗിക്കുന്നത് KSEB ആണ്. KSEB. 1857 കലാപത്തിന് അവധ് മേഖലയിൽ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് മൗലവി അഹമ്മദുള്ള. മാനസികാരോഗ്യ ദിനം. ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10. ലോക മാനസികാരോഗ്യ ദിനമാണ് ഒക്ടോബർ 10. കുതിരയുടെ ഉയരമളക്കുന്ന യൂണിറ്റ് ഏതാണ്? കുതിരയുടെ ഉയരമളക്കുന്ന യൂണിറ്റാണ് ഹാൻഡ്. തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. തെർമോമീറ്റർ പൈറക്സ് ഗ്ലാസ് ആണ്. പൈറക്സ് ഗ്ലാസ് ആണ് തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. ദേശീയ ശാസ്ത്ര ദിനം. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത്. അന്തർദേശീയ കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത്. അന്തർദേശീയ കടുവാ ദിനം ജൂലൈ 29. ജൂലൈ 29 അന്തർദേശീയ കടുവാ ദിനം. ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഏതാണ്? ഗ്ലാസ് ലയിക്കുന്നത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡിലാണ്. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ധനബിൽ ലോകസഭയിലാണ്. ലോകസഭയിലാണ് ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത്. മാപ്പിള കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരാണ്? മാപ്പിള കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ HV കോനേലിയാണ്. HV കോനേലി. കായിക കേരളത്തിന്റെ പിതാവ്. കായിക കേരളത്തിന്റെ പിതാവ് കേണൽ ഗോദവർമ്മ രാജ അല്ലെങ്കിൽ GV രാജ. നീലദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? നീലദർപ്പൺ ദിനബന്ധു മിത്രയാണ്. നാടകത്തിന്റെ പേര് ദിനബന്ധു മിത്ര. രചിച്ചത് നാടകത്തിന്റെ പേര് നീലദർപ്പൺ. രചിച്ചത് ദിനബന്ധു മിത്ര. ഇന്റർനാഷണൽ കോൺഗ്രസിന് പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഇന്റർനാഷണൽ കോൺഗ്രസിന് പേര് നിർദ്ദേശിച്ചത് ദാദാബായ് നവറോജിയാണ്. ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏതു വർഷത്തിലാണ്? ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം
1913 ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത് എന്നാണ്? ദേശീയ സാക്ഷരതാ മിഷൻ 1988 ആണ്. 1988. മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി. മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് നവജീവൻ. പദ്ധതിയുടെ പേര് നവജീവൻ. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലികാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഗൗരി, പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നീ കൃതികൾ രചിച്ചത്. ഗൗരി, പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നീ കൃതികൾ രചിച്ചത് ടി പത്മനാഭനാണ്. ടി പത്മനാഭൻ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം. ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് 1973 1973. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കലകൾ ഏതാണ്? ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് യോജക കലകളാണ്. യോജക കലകളാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. എന്തിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രക്രിയയാണ് ബെസിമർ പ്രക്രിയ? ബെസിമർ പ്രക്രിയ എന്നത് എന്തിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രക്രിയയാണ്? സ്റ്റീലിൻ്റേതാണ്. സ്റ്റീൽ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനം കേരളമാണ്. അവസാനത്തെ ചോദ്യം, മനുഷ്യൻ്റെ ആമാശയത്തിലെ ആസിഡ് ഏതാണ്? മനുഷ്യൻ്റെ ആമാശയത്തിലെ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.